MG സ്കൂൾ പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ വർഷം മുഴുവൻ ഞങ്ങളുടെ സമരം ചെയ്യണം, ഞങ്ങൾ സമരം ചെയ്യും. നിങ്ങൾ കയറ്റുന്നി പിടിച്ചൊന്നും ഒരു കാര്യമില്ല. ഈ ജനങ്ങൾ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇതിൽ വരും. നീതിക്ക് നിരക്കാത്ത കാര്യത്തിന് നിങ്ങൾ ഇവിടെ പബ്ലിക്കായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കൂ. സമാധാനങ്ങൾ പറയോ? ഞങ്ങളെ കുട്ടികൾക്ക് എന്താ പറ്റിയാല് അറിയോ? സമാധാനം പറയോ? ഞങ്ങളെ മക്കൾക്ക് എന്തൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയോ? നിങ്ങളത് വന്നൊരു പെറ്റീഷൻ തന്നിട്ട് അത് വലിച്ചിട്ട് ഔട്ടുപെട്ടവരാ, മനസ്സിലായിക്കുന്നോ? അത് തിരിഞ്ഞു നോക്ക കൂടി ചെയ്യൂല. എന്തായാലും എഴുതിയെന്നുള്ളത്. നമസ്കാരം, താജ് ബാങ്കോടാണ്. വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ അമ്മമാര് പ്രതിഷേധിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഈ രക്ഷിതാക്കള് ഈ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? കാരണം നമ്മളെ മക്കളുടെ പ്രൊട്ടക്ഷൻ എവിടെയായാലും നമ്മളത് ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ഈ കൊല ചെയ്ത ഈ 4 എണ്ണത്തിന് ഈ സ്കൂളിൽ ചേർത്തണം എന്ന് എന്താണ് ഈ അധികൃതർക്ക് ഇത്രയും വാശി? ഈ ഗവൺമെന്റിന് എന്താണ് ഇത്രയും വാശി? അവര് തെറ്റ് ചെയ്ത കൊലയാളികളല്ലേ? ഈ ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് ഇവര് കൊടുക്കുന്നുള്ളത്? കാരണം എന്ന് വെച്ചാൽ ഈ 4 കുട്ടികൾ ഈ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാല് നാളെ അവിടെ പഠിക്കുന്ന മറ്റുള്ള കുട്ടികൾക്കും ഇതേപോലെ കൊല ചെയ്യപ്പെടില്ല എന്ന് എന്താണ് ഉറപ്പ്? അത്രയും ക്രൂരമായ കുട്ടികളാണ് ഈ കുട്ടികൾ. അത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പോലും സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് ഉന്നത രാഷ്ട്രീയ സപ്പോർട്ടുള്ള ആൾക്കാരാണെന്നും കൂടി പറയുന്നുണ്ട്. കാരണം അത് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ നേരെ പഠിച്ച് പാസ്സായ കുട്ടികൾക്ക് പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴേക്ക് ഈ 4 കൊലയാളികൾക്ക് എന്തിനു കൊടുക്കണം? അതുകൊണ്ട് ഈ രക്ഷിതാക്കളെ കൂടെ തന്നെയാണ് ഞങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഇവരെ മക്കളെ ആ സ്കൂളിലേക്ക് അയക്കാൻ ധൈര്യം വേണ്ടേ? ഒരു പാവം കുട്ടിയെ തലക്കടിച്ച് കൊന്നിട്ടായിട്ട് അതിനെതിരെ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഒന്ന് ആലോചിച്ച. ഗവൺമെന്റിനെ കുറ്റം പറയല്ല, ഗവൺമെന്റ് എല്ലാവർക്കും ഉള്ള ഗവൺമെന്റാണ്, പക്ഷപാതം പാടില്ല. ഈ 4 കുട്ടികളുടെ ഈ വീതിയിൽ ഇത്രയും കുട്ടികൾ അവിടെ പഠിക്കണോ? ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ? വിദ്യാഭ്യാസ മന്ത്രിക്കായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കായാലും നമ്മളുടെ കുറ്റവാളികൾക്കല്ല നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. നിരപരാധികളായ നല്ല നല്ല കുട്ടികൾ വളർന്നു വരുന്ന സ്കൂളിലേക്ക് ഇതുപോലുള്ള ക്രിമിനലുകളെ അയക്കുന്നതിന് ഈ ക്രിമിനലുകൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഉണ്ടല്ലോ. അവിടെ പഠിക്കട്ടെ ഇവര്. കാരണം എന്നാലല്ലേ ചെയ്ത തെറ്റിന് അവര് കുറ്റബോധം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്ന് പഠിക്കാണെന്നുണ്ടെങ്കിൽ നാളെ പ്രചോദനമല്ലേ എല്ലാ കുട്ടികൾക്കും ഇതേപോലെ പഠിക്കാൻ വേണ്ടി. നിങ്ങളെന്താ അതൊന്നും ആലോചിക്കാത്തത്? ഈ കുട്ടികളെ കൊണ്ടുപോയിട്ടിട്. ഇത്ര നാള് 4 മാസം കടന്നില്ല, അവിടെ തന്നെ ഇട്. അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിൽ ഇതുപോലുള്ള ഗുണപാഠ സ്ഥാപനങ്ങളെല്ലാം ഇല്ലേ? ജയിലിലുള്ള കുട്ടികൾ എങ്ങനെ പഠിക്കാണ്? നിങ്ങൾ ഈ ജാമ്യത്തിൽ കൊടുത്തിട്ടായിട്ട് സാധാ ഉള്ള ആൾക്കാർ ഈ കൊലയാളികളുടെ പ്രചോദനം തന്നെ അതാണ്. 3-4 മാസം കടന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാം, അവർക്ക് വേണ്ട പോലെ വീണ്ടും ചെയ്യാം. ഈ ചെറിയ കുട്ടികളൊക്കെ ഇതേപോലെ ആയി വന്ന നാളെ വളർന്നു വരുമ്പോഴേക്ക് എന്ത് മെസ്സേജാണ് ഇവര് നമ്മളെ സമൂഹത്തിന് തരിക? ഈ രക്ഷിതാക്കൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടാ? ഇതിന് കേരളത്തിലെ സമൂഹം മുഴുവനും മക്കളോട് സ്നേഹമുള്ള, മക്കള് നല്ല നിലയിൽ വളരണം, നിങ്ങളെ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ രക്ഷിതാക്കളും ഇതിനെതിരെ പ്രതികരിക്കണം. വെറും ആ സ്കൂളിലത്തെ രക്ഷിതാക്കൾ മാത്രമല്ല, പുറത്തുള്ള എല്ലാ രക്ഷിതാക്കളും ഇതിനെതിരെ പ്രതികരിക്കണം. ആ പ്രതിഷേധം ഗവൺമെന്റ് കണ്ണു തുറപ്പിക്കുന്ന രീതിയിലായിരിക്കണം. മനസ്സിലായോ? ഇത് എന്താണ്? ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഒരു കുട്ടിനെ കൊന്നിട്ടായിട്ട് വന്നിട്ടായിട്ട് ഇവിടെ പുല്ലുപോലെ സ്കൂളിൽ ചേർന്ന് പഠിക്കുക, മറ്റുള്ള കുട്ടികൾക്കും കൂടി ഭീഷണിയാക്കിയിട്ടായിട്ട്. നാടിനും നാട്ടുകാർക്കും പ്രൊട്ടക്ഷൻ തരാനല്ലേ ഗവൺമെന്റ്, അതല്ലാതെ ശിക്ഷിക്കാനോ ഇതേപോലെ ഭീതിപ്പെടുത്താനോ അല്ലല്ലോ. ഒന്ന് കണ്ണു തുറക്കൂ അധികൃതരെ, ഒന്ന് കണ്ണു തുറക്കൂ.